ഹേ ഗായ്സ്, ഞാൻ അനഘ എസ് വിജയൻ. യൂട്യൂബിലേക്കുള്ള എൻ്റെ ആദ്യ വ്ളോഗാണിത്. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ വ്ളോഗും കൂടിയാണ്. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, എൻ്റെ 23rd ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഈ യൂട്യൂബിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ക്യാമറയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇതിന് മുമ്പ് പരിചയമൊന്നുമില്ല. സോ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. സോ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമല്ല കേട്ടോ, ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ. ഇത് നമ്മളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് മുമ്പ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. സോ ബർത്ത്ഡേ പിള്ളേൻ്റെ കുറച്ചൊരു 3 ദിവസം മുമ്പാണിത്. അപ്പോൾ ജൂലൈ 4th എൻ്റെ ബർത്ത്ഡേ. സോ നമ്മളിന്നൊരു കുട്ടി ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് ആദ്യം വേണ്ടാന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഇളക്കം വന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:30 ആയതേ ഉള്ളൂ. ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ച് എൻ്റെ സ്കിൻ കെയർ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മേക്കപ്പും പിന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. ലൈക്ക് ബലൂൺസ്, ടിയാര, പിന്നെന്താ ബർത്ത്ഡേ ഷോള്, പിന്നെ അതുപോലത്തെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് തലേദിവസം വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്തെല്ലാം ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് അതും കൂട്ടി നമ്മൾ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണല്ലോ. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. ബിക്കോസ് ഇതെൻ്റെ 23ാമത്തെ വയസ്സാണ്, 23ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീട്ടിലെന്തൊക്കെയോ ഒരു മാസം മുന്നേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, വീട്ടിൽ നമ്മൾക്ക് പാർട്ടി ആക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ വ്ളോഗ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഇന്നൊരു 1 മണിയാകുമ്പോഴത്തേനും അവിടുത്തെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയും. ഉച്ചയ്ക്ക് ശേഷം വേറെ അങ്ങനെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഒരു ഉച്ച വരെ ആയിരിക്കും. അത്രയും ഞാൻ ക്യാമറമാനെ മെനക്കെടുത്തുള്ളൂ. കാരണം എനിക്കും കഷ്ടമാണ്. കുറേ നമ്മൾ ആകെ ഒരു 3-4 ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ആകെ 4 ഫോട്ടോ വേണ്ട. അതിനാണ് നമ്മൾ 250 ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും ഫോട്ടോ. പിന്നെ ഒരു വീഡിയോ എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ എൻ്റെ ഈശ്വര പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഒന്നും കൂടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് മേക്കപ്പ് കൂടി ഇട്ടിട്ട് ഫോട്ടോഷൂട്ടിന് പോകാം. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇനി മുമ്പ് നിങ്ങളോട് ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട് ഗൈസ്. അതായത് ഈ വ്ളോഗ് ഇടാൻ ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് കാരണം വേറൊന്നുമില്ല, ലൈക്ക് ഇതെൻ്റെ ഫസ്റ്റ് എവർ വ്ളോഗായിരുന്നു. അപ്പം അതിൻ്റെ കൺഫ്യൂഷൻ അടിച്ചിരിപ്പായിരുന്നു. ബിക്കോസ് ഇത് ഇടണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഇതിൽ പിന്നെ വിചാരിച്ച് അങ്ങോട്ട് ഇട്ടു. അതാണ് കേട്ടോ. ഇവർ രണ്ടാളും എൻ്റെ ഫ്രണ്ട്സാണ്. ഇവർ എന്താ പറയുക, ഇവർ തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുത്തിരുന്നത്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വിചാരിച്ചു വേറെ ഇങ്ങനെ ക്യാമറമാനെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കാമെന്ന്. പിന്നെ ഇവർ പറഞ്ഞു ഇവരിൽ തന്നെ നല്ല ക്യാമറ ഉണ്ട്, അപ്പോൾ പിന്നെ ഇവരിൽ തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ കാറിൻ്റെ ഡിക്കിയൊക്കെ തുറന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല, ബേസിക്കലി അവർ. പിന്നെ നല്ലൊരു സ്ഥലമാണ്, എനിക്കിഷ്ടമായി ഇവിടെ. എന്ന് വെച്ചാൽ നല്ല ഓപ്പൺ സ്പേസ്, നല്ലൊരു പ്രകൃതി രമണീയമായ ശ്രീജിത്ത് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. പിന്നെ നല്ലൊരു ഓപ്പൺ പ്ലേസാണ്, നല്ല എന്താ പറയുക പച്ചപ്പും ഹരിതാപവും നല്ല പറയുന്ന പോലെ നല്ലൊരു സ്ഥലമായിരുന്നു. ഇതാണ് സ്ഥലം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും ഇവിടുന്ന് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഞാൻ കണ്ടില്ലേ, ഞാനവിടെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നു. ഞാനൊരു പണിയെടുത്തില്ല ഗൈസ്, പാവം അവരെന്നെ. കുറേ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പാവങ്ങൾ തന്നെ വീർപ്പിച്ച് അവിടെ എല്ലാം ഡെക്കറേഷൻസ് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ആകെ പറഞ്ഞ പോലെ 2-3 കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്ത് നമ്മളപ്പം തന്നെ വന്നു.
പിന്നെ നമ്മൾ വീട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇതവിടെ നിങ്ങൾ കണ്ട ആ ഒരു ഫ്രെയിമില്ല, അതെനിക്ക് ഇവർ രണ്ടാളും തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസായി. ഇത്രയും എനിക്കിഷ്ടപ്പെട്ടു ആ ഫ്രെയിം. ഞാനിങ്ങനെ എന്താ പറയുക, സ്വപ്നം പോലെ തോന്നുന്ന ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണിപ്പം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലാപ്ടോപ്പ് എടുക്കണം അവിടുന്ന്. കാരണം ഇവർ പറഞ്ഞു ഇവരുടെ ഈ ചിപ്പിലാണല്ലോ ഇപ്പം ഇന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഇവർ ക്യാമറ എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം അതിൽ വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് സേഫായിട്ട് എൻ്റെ ലാപ്ടോപ്പിലേക്ക് എത്തിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മണിയുണ്ട്, എൻ്റെ അനിയത്തി, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ലാപ്പുമായിട്ട് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവരങ്ങനെ എൻ്റെ ഫോട്ടോസ് എല്ലാം ലാപ്ടോപ്പിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ താരം അമ്മണി മോൾ. അങ്ങനെ അവരിത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ പോയിട്ടോ, വീട്ടിലേക്കൊന്നും കയറിയില്ല. അവർക്ക് എങ്ങോട്ടോ പോകാനുണ്ടെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ അടിപൊളി ഡേ ആയിരുന്നു, നല്ല ഫ്രണ്ട്സാണ്, ഹാപ്പിയായി. ഇതെൻ്റെ പിറന്നാളിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ എന്താണ് ബുക്കൊക്കെ പിടിച്ചിരിക്കുന്നതെന്നല്ലേ? അതായത് ഗൈസ്, നാളെ ജൂലൈ 4 എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ, A+ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ടീച്ചറായി ജോയിൻ ചെയ്യാൻ പോവാണ്. ഫിസിക്സാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ നാളെ പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ക്ലാസ് എടുക്കുക, ഞാൻ പുതിയതായിട്ടുള്ളൊരു റോളാണല്ലോ അല്ലേ നമ്മുടെ ലൈഫിലെ. അപ്പോൾ പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാറുമാരൊക്കെ ഇപ്പോൾ നമ്മൾ പ്രയറായിട്ട് ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിക്കുമ്പം ഇന്ന പോർഷൻ, അപ്പോൾ ടീച്ചറെ എന്ന് വിളിച്ചിട്ടാണ്, അതായത് ടീച്ചർ ഇന്ന പോർഷൻസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എനിക്ക് ആദ്യമായിട്ടാണല്ലോ അങ്ങനത്തെ വിളിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റും ഷൈനെസ്സൊക്കെ ഉണ്ട്. അപ്പം നാളെ എൻ്റെ പിറന്നാൾ ആയ ദിവസം കാരണം സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നെല്ലാം ടീച്ചറെ എന്നുള്ള ഒരു വിളി കേൾക്കുന്ന എന്നുള്ള അതൊക്കെ ചിന്തിച്ച് ഭയങ്കര ഹാപ്പിയുമാണ്. അപ്പം നമുക്ക് നാളെ കാണാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കുളിച്ച് പിറന്നാൾ കുട്ടിയായി ക്ലാസ് എടുക്കാൻ പോവാണ് കേട്ടോ. മഴയുണ്ട് നല്ല. അവിടെ 8 മണിക്കാണ് ക്ലാസ്. ഇവിടെ ഞാൻ 7:30 ഇറങ്ങി. അങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ അവിടെ പോയപ്പാടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അത് കഴിഞ്ഞേരം പിന്നെ ക്ലാസ്സൊക്കെ എല്ലാവരും നല്ലോണം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. ഹാപ്പിയായി. ഇനി എന്നെ പൊക്കി പറഞ്ഞതാണോ എന്നറിയില്ല. അവിടുത്തെ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ വിഷ് തന്നു. അങ്ങനെ കുറച്ച് ഹാപ്പിയായി. ഞാൻ എന്താ പറയുക, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷത്തെ ഇത് അവിടെ ഞാൻ കൊടുക്കാൻ വാങ്ങിച്ച് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വേറൊരു ബേക്കറിക്ക് കയറിയിട്ട് എൻ്റെ അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് വാങ്ങാനുള്ള ചോക്ലേറ്റ്സ് വാങ്ങിയതാണ്, വീട്ടിലേക്ക് വാങ്ങിയതാണ്. പിന്നെ അവിടെ ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടു, അപ്പോൾ അവർക്കും കൊടുത്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് വൈകുന്നേരം, ഈ സമയം വൈകുന്നേരമായി. അന്നേരം അമ്മയില്ലായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇളയപ്പനും അച്ഛനും കൂടി രാത്രിയത്തെ ഫുഡ് പ്രിപ്പറേഷനിലാണ്. ഇളയപ്പനാണ് ഇന്നത്തെ മെയിൻ താരം. ഇതെൻ്റെ അച്ഛൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ. പിന്നെ അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഭയങ്കരമായിട്ട്. ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി അരിയാനും അങ്ങനെ ഇങ്ങനെയെല്ലാം. അച്ഛൻ അവിടെ ഭയങ്കരമായിട്ട് തേങ്ങ ചിരകുന്നുണ്ട്. അച്ഛൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, അമ്മയില്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ കണ്ണീരൊഴുക്കി അരിഞ്ഞ ഉള്ളിയാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നല്ലവണ്ണം വിശന്നു, അപ്പം ഇഡ്ഡലി കഴിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സാക്കാൻ പോയി. ഡ്രസ്സാക്കി വന്നിട്ടുള്ള ഇതാണ് എൻ്റെ ലുക്ക്. എങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായെന്ന് പറയണം എല്ലാവരും. പിന്നെ കുഞ്ഞുട്ടൻ വന്ന എൻ്റെ അനിയൻ എല്ലാം ഡെക്കറേഷൻസ് എല്ലാം പിന്നെ പിള്ളേരും എല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കുന്നുണ്ടായി. പിന്നെ എല്ലാവരും വന്നു, ഓരോരാളെ വരാൻ തുടങ്ങി. ഇതാണ് അവരാക്കി വെച്ച സാധനം. പിന്നെ ഓരോരോ ഇതെൻ്റെ ഇളയമ്മ, ഇത് വലിയ ഇളയമ്മ, പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുട്ടൻ കേക്കുമായി വന്നു. എല്ലാവരും വന്നു, ഏകദേശം എല്ലാവരും വന്നു. അതുകൊണ്ട് ഇതാരാ ഫിലോമിന 2.0 ഇതാണ് നമ്മളെ താരം. ഇതാരും ക്രൗണെല്ലാം വെച്ചിട്ട് രാജകുമാരി തുണി. ഇതാണ് എൻ്റെ ഇളയപ്പൻ രവിയപ്പൻ. ഇതളയമ്മ രമ്യളയമ്മ.
പിന്നെ നമ്മളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേക്കിൻ്റെ. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസെല്ലാം കുഞ്ഞുട്ടനെ എടുത്തിരുന്നേ ഉണ്ടായത്. ഇതാണ് നമ്മുടെ കിളി. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുട്ടൻ എനിക്ക് ബർത്ത്ഡേ ഷോളൊക്കെ കിട്ടുന്നു. പിന്നെ ഞാൻ ഫൈനലി അങ്ങനെ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡാൻസിൻ്റെ എല്ലാം തീമായിട്ടുള്ള കേക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വിശന്നിട്ട് അവരുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കാനിരുന്നു. എന്നെ എല്ലാവരും കൂടി എത്തിപ്പിച്ചു. ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കണ്ടല്ലോ അല്ലേ? അതായിരുന്നു. ഇറ്റ് വാസ് ഭയങ്കര നല്ലൊരു ഹാപ്പിനെസ് മാത്രം നിറഞ്ഞൊരു ദിവസമായിരുന്നു എനിക്ക് ഇന്നലെ. എന്ന് വെച്ചാൽ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പിന്നെ അപ്പോൾ ഇന്നലെ അവർ പോയി കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് കുളിച്ചു കിടന്നു. ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ടയർഡായി. അങ്ങനെ പിന്നെ ഈ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്ന് ഞാൻ ഇത് കൊണ്ടാണ് വന്നത്. പിന്നെ എന്താ പറയുക, ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതായത് വളരെ അടുത്ത ബന്ധുക്കൾ, റിലേറ്റീവ്സ് മാത്രമായിട്ടുള്ള ഒരു കുട്ടി ഫംഗ്ഷൻ. റിലേറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇളയപ്പൻ ഇളയമ്മ നമ്മളെ ആൾക്കാരായിട്ട് അത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് നടത്തിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ലോട്ട് അങ്ങനെ കളി ചിരി തമാശ മാത്രം. ഇന്നലത്തെ ഡേ മൊത്തം എനിക്ക് ഓസമായിരുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കണ്ടാലോ? ഇതാണ് കേട്ടോ നമുക്ക് എൻ്റെ അച്ഛൻ്റെ ചെറിയ അനിയൻ, അതായത് എൻ്റെ ചെറിയ ഇളയപ്പൻ തന്നൊരു ഡ്രസ്സാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഈ ഷെയ്ഡ് ഞാൻ കുറേ ആയി തപ്പി നടക്കുന്നു. ഇങ്ങനത്തെ ഈ ടൈപ്പ് പ്രിന്റിൽ വരുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊരു ഷർട്ടാണ്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള ഒരു സാധനം, ഒരു ബ്ലാക്ക് ഇന്നർ പോലത്തെ ഒരു സംഭവം. ഞാൻ വേഗം കാണിച്ചു പോകട്ടെ. പിന്നെ ഇതാണ് എൻ്റെ താഴേക്ക് വരുന്ന പാൻ്റ് ഒന്നുമല്ല, ഒരു മിഡിയാണ് കേട്ടോ. മിഡിയാണ് വരുന്നത്. നല്ല ഇഷ്ടമായിട്ട് എനിക്ക്, അടിപൊളി സൂപ്പർ ഡ്രസ്. പിന്നെ ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് ഇട്ട ഫോട്ടോഷൂട്ടിന് ഇട്ട ഡ്രസ്സ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. നല്ല അടിപൊളി സാധനമാണ്, നല്ല ഫ്ലോറൽ ടൈപ്പ് ഇത് വരുന്നത്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. പിന്നെ ഒരു ടൈ എല്ലാം വരുന്ന അടിപൊളി, കുറച്ച് റേറ്റ് അധികമാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗാണ്. ഇതിന്റെ സെയിം പ്രിന്റിൽ വരുന്ന ഒരു ബാഗ് ഉണ്ട് ഇതിന്. അപ്പൊ ഇതവിടെ ഒരു ഡോളിന് തൂക്കിയിട്ടപ്പം എനിക്ക് ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഞാൻ എടുത്ത ഒരു സാധനമാണ് ഈ ഒരു ഫ്രോക്ക്. നല്ല എനിക്ക് ഇഷ്ടമായി, നല്ല അടിപൊളി സാധനമാണ്. ഇതിന്റെ കളറാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന ഒരു പാൻ്റാണ് കേട്ടോ. പാൻറ് വീട്ടിൽ നടന്ന ജസ്റ്റ് ഒരു നല്ല പാൻറ്. ഇത് കണ്ടാൽ വീട്ടിൽ നിന്നിട്ടാന്ന് തോന്നില്ല, എന്നാലും ഇത് വീട്ടിൽ നടന്ന ഒരു പാൻറ്റാണ് അത്. പിന്നെ വേറൊരു വീട്ടിൽ നടന്ന പാൻറ് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ സ്പീഡ് കാണിച്ചു പോവാൻ. പിന്നെ ഇതെന്റെ ഒരു കസിൻ തന്ന ഒരു ഗിഫ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു നെക്ക് പീസും പിന്നെ ഒരു ഇയറിങ്ങും വരുന്ന ഒരു സെറ്റാണ്. നല്ല ഇഷ്ടമായി. ഇത് നമുക്കിങ്ങനെ ഒരു ഇങ്ങനത്തെ ഫ്രോക്ക്, നെറ്റ് ടൈപ്പ് ഫ്രോക്ക് വരുന്ന ബ്ലൂ കളർ ഫ്രോക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് എനിക്ക് ഇഷ്ടമായി. പിന്നെ
ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു കമ്മലാണ് കേട്ടോ. സെൽഫ് ഗിഫ്റ്റാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇടാന്ന് വിചാരിച്ച് വാങ്ങിച്ചത്. അല്ലേ അടിപൊളിയായിട്ടുള്ള റെയർ പീസാണ്. എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാണ് കേട്ടോ. ഇത് പിന്നെയാണ് നമ്മുടെ മെയിൻ താരം. നമ്മുടെ എൻ്റെ ഒരു അനിയത്തി കുട്ടിയുണ്ട്. ആ വീഡിയോന്റെ ബാക്കിലുള്ള ആളെന്നെ. ആളിതാ തന്ന ഒരു കുഞ്ഞു മോതിരം കണ്ടില്ലേ? അടിപൊളിയാണ്. കുഞ്ഞു മോതിരം അവളെ സർപ്രൈസ് ചെയ്താട്ടോ. ഞാൻ അറിഞ്ഞേയില്ല. അവള് ഞാൻ ഒരേ വീട്ടിൽ നിൽക്കുമ്പോഴും അവളുടെ ചെറിയ പ്രായത്തിൽ അവളിങ്ങനെ സർപ്രൈസ് ആക്കി എന്ന് പറയുന്ന ഒരു അടിപൊളി സാധനം. പിന്നെ ഇതാ അവളുടെ മെയിൻ ഹീലൈറ്റ് ആയിട്ടുള്ള ഇത് ഒരു എഴുതിയിട്ടല്ലേ എന്ത് നമ്മളിത് പോലെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഗിഫ്റ്റ് എല്ലാം അല്ലേ. നമ്മള് ചെറുപ്പത്തിലുള്ള കുട്ടികളെല്ലാം അവരെ ഹാർഡ് വർക്ക്. താങ്ക് യു. എന്റെ കസിൻ ഉണ്ട്. അവള് വാങ്ങി തന്നൊരു വാട്ടർ പ്രൂഫ് ഐലൈനർ. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിലും ഞാൻ പറയാലോ അടിപൊളി. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അത്രയ്ക്ക് എഫേർട്ട് ഒന്നും എടുത്താലും സർപ്രൈസ് ചെയ്ത് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്ത ആളാണ്. കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ഞാനങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കൽ കുറവാണ്. ഇതാണ് ആ ഒരു ഐലൈനർ. പിന്നെ ഇത് ചക്കര തന്നെ തന്ന ഒരു കമ്മലാണ്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എന്ന് വെച്ചാൽ നോക്കിയേ, എനിക്ക് ഈ ടൈപ്പ് വരുന്നില്ലേ ഗൈസ്, ഇങ്ങനത്തെ ജിമുക്ക കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഈ ടൈപ്പ് കമ്മലാട്ടോ. ഇങ്ങനത്തെ സാരിക്കെല്ലാം അടിപൊളിയായി തയ്യാറാക്കാം. പിന്നെ ഇതാ വരുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അവര് തന്നതല്ല, എൻ്റെ അച്ഛൻ തന്ന ഒരു വളയുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും തോന്നും രണ്ടാളും കൂടി. അച്ഛനാണ് എനിക്ക് ഇത് ഇട്ട് തന്നത് ബർത്ത്ഡേ പാർട്ടിയുടെ സമയത്ത്. ഇതാ വള നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇത് എന്നെ ട്രൂലി സർപ്രൈസ് ചെയ്ത സാധനമാണ് കേട്ടോ. ഞാനത് വിചാരിച്ചേയില്ല. അവരിവിടുന്ന് നോക്കി ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു മാസം മുമ്പേ അങ്ങനെ ഇങ്ങനെല്ലാം എല്ലാം സംഭവം ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു വള ഗിഫ്റ്റായി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ തന്നെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് ഇടാൻ വാങ്ങിയ വേറൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അന്നേരം അതിന് വേണ്ടി ഞാൻ വാങ്ങിയ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ അതിനെ ഇട്ടു. ഇത് അതിന് വരുന്ന ഒരു പിന്നെ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഫംഗ്ഷന് ഞാനിട്ട് അടിപൊളി ഡ്രസ്സ്. നല്ല കളറും അതൊരു ഒഫീഷ്യൽ ലുക്ക് കിട്ടും നമുക്ക്. അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മ തന്ന വേറൊരു ഡ്രസ്സ്. അമ്മ കോഴിക്കോട് എങ്ങാണ്ട് ഇന്റർവ്യൂക്ക് പോയപാട് എനിക്ക് അവിടുന്ന് ബർത്ത്ഡേക്ക് എടുത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പും കൂടെ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ക്യാമറമാൻ പോയി ഗൈസ്. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മളെ അടുത്ത ഗിഫ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു വൈറ്റ് സാൻഡലാണ്. ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയ സാൻഡലാണ്. ഇതാ കണ്ടില്ലേ, ഇതിനൊരു നല്ല ഹീലും പിന്നെ ടൈസും ആയിട്ട് വരുന്ന. ഇത് നമ്മുടെ കാലിലിങ്ങനെ ചുരുട്ടി നോട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി. എനിക്ക് വൈറ്റ് കളർ സാൻഡൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാലിൽ കിട്ടാൽ. അങ്ങനെ ഇത് രണ്ടെണ്ണമല്ല ബേസിക്കലി ഒന്നും. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഗിഫ്റ്റ്സ് തന്നെ പിന്നെയും സർപ്രൈസ് ചെയ്തുകൊണ്ടിരുന്ന ഗിഫ്റ്റായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് ഒരു എക്സ്ട്രീം സർപ്രൈസ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചത്. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സർപ്രൈസ്. ശരിക്കും സർപ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫ്രെയിം ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സാണ് തന്നത്. അപ്പോൾ ഈ ഫ്രെയിമും അടിപൊളിയാണ്. പിന്നെ ഇവരെടുത്ത ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതെനിക്ക് എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫോട്ടോ ആണ് കേട്ടോ. അതായത് ഞാനൊരു നർത്തകിയായി നിന്നുകൊണ്ട് ഉള്ള ഒരു നല്ലൊരു അടിപൊളി പോസിലുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അതിനെ ഇവർ നല്ല വലിയൊരു ഫ്രെയിം ആക്കിയിട്ട് തന്നൊരു ഫ്രെയിമാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. സോ ദാറ്റ് വാസ് മൈ ബർത്ത്ഡേ, 23rd ബർത്ത്ഡേ എന്ന് പറയുന്നൊരു ഇതിഹാസം. എത്ര ഒരുപാട് 20 പതിറ്റാണ്ടും 2 പതിറ്റാണ്ടും 3 വർഷവും താണ്ടി കടന്നു വന്നു ഗൈസ്. ഇനിയും ഇങ്ങനെ എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നീങ്ങാൻ പറ്റട്ടെ. പിന്നെ മോശം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരിക്കും, പക്ഷെ അത് അറിയാതായിരിക്കുമല്ലോ.
അറിഞ്ഞുകൊണ്ട് മോശം കാര്യങ്ങളൊന്നും ചെയ്യാതെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ബർത്ത്ഡേയിലൂടെ ഞാൻ ഒരുപാട് റെസൊല്യൂഷൻസും കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അതായത് എന്താ പറയുക, എന്നേൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതിലൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഞാൻ എഴുതി വെച്ച് എന്തൊക്കെയാണ് പിന്നെ ഇനി അങ്ങോട്ട് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ചെയ്യും ഗൈസ്. ആ ഒരു റെസൊല്യൂഷനോടെയാണ് ഞാൻ ആ ഒരു നോട്ടും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബർത്ത്ഡേ, ഈ ഒരു വർഷം ഇനി അങ്ങോട്ടുള്ള 23 വയസ്സായല്ലോ, അപ്പോൾ കുറച്ച് നന്നാവണമല്ലോ എന്നുള്ള അങ്ങനെയല്ല, പക്ഷേ 23 വയസ്സായി. ഇനി എന്താ പറയുക, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലുള്ള കുറച്ച് പ്ലാൻസും കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതിൽ മെയിനായിട്ട് ഒന്നാണ് ഇപ്പം ഈ ഒരു 23rd ബർത്ത്ഡേ വ്ളോഗിലൂടെ തന്നെ ഞാൻ തുടങ്ങി വെച്ച എൻ്റെ യൂട്യൂബ് ചാനൽ. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കുറേ ഞാൻ ആ ഡേ മൊത്തം ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് എത്ര ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ താങ്ക് യു കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ വിഷസ് ഉണ്ടായിരുന്നു, കോൾസ് ഉണ്ടായിരുന്നു, പിന്നെ വോയിസ് നോട്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് അന്നേരം കേൾക്കാൻ പറ്റില്ല. എന്നാലും പിറ്റേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു. കാരണം നമ്മൾ ഓഫ് കോഴ്സ് അവർ നമ്മളെ വിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്ത് നമ്മളെ വിഷ് ചെയ്യുമ്പോൾ നമ്മളൊരു താങ്ക്സ് കൊടുക്കണം, നല്ലൊരു മര്യാദയല്ലേ. അപ്പം ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഓൾ. എന്നെ വിഷ് ചെയ്തവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവരുടെ അനുഗ്രഹം, എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും എല്ലാവരുടെ അനുഗ്രഹവും സ്നേഹവും സപ്പോർട്ടും വേണം. ഞാൻ ഇതോടെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇടണം, അപ്ലോഡ് ചെയ്യണം. എല്ലാം എന്തെങ്കിലും ഒരു എനർജി അനുസരിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു യൂണിവേഴ്സൽ എനർജി അനുസരിച്ചിട്ടുണ്ടാവും. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാവരോടും ഈ വ്ളോഗ് വാച്ച് ചെയ്തതിന്. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്തോളൂ. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. അടുത്തൊരു വ്ളോഗിലേക്ക് നമുക്ക് വീണ്ടും കാണുന്നവരെ